എജുസോണിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലോട്ടേഷൻ വരെയുള്ള കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അടുത്ത ടോപ്പിക് ഇതാണ്, റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ ആ പേരിൽ തന്നെ, ആ ടേമിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാം. ഡെൻസിറ്റി റിലേറ്റ് ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റ് ചെയ്ത് പറയുക എന്ന് വെച്ചാൽ ഒന്നുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റൊന്നിനെ പറയുന്നതിനാണ് നമ്മൾ റിലേറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബന്ധപ്പെടുത്തി പറയുക. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി, ഒരു വസ്തുവിന്റെ ഡെൻസിറ്റിയെ വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ട്, വാട്ടർ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടുണ്ട്. വാട്ടർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സോൾവെന്റ് എന്നൊക്കെ വിളിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതും നമുക്ക് പരിചയമുള്ളതുമാണ് വാട്ടർ. അപ്പൊ വാട്ടറിന്റെ ഡെൻസിറ്റിയെ റിലേറ്റ് ചെയ്ത് മറ്റൊരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റിയെ പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിലേറ്റീവ് ഡെൻസിറ്റി of a substance is the ratio of the density of the substance to the density of water. ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിയെ വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ട് ഉള്ള റേഷ്യോയെ, ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിയും വാട്ടറിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ പറയുന്ന പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. സോ നമുക്ക് വാട്ടറിന്റെ ഡെൻസിറ്റി മനസ്സിലാക്കി വയ്ക്കുക, 1000 kg/m³ ആണ്. ഡെൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഡെൻസിറ്റി 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ഓർമ്മയുണ്ടോ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അതാണ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമും വോളിയത്തിന്റെ യൂണിറ്റ് m³ഉം ആണ്. അതുകൊണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് kg/m³ ആണ്. ഓക്കെ, അപ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി പഠിച്ചു വയ്ക്കുക, 1000 kg/m³ ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കെറോസിന്റെ ഡെൻസിറ്റി 810 kg/m³ ആണെങ്കിൽ കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ്? അപ്പൊ കെറോസിന്റെ ഡെൻസിറ്റി 810, 810 kg/m³ ആണ്. കെറോസിൻ, മണ്ണെണ്ണയുടെ ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാന്നാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്, ഇവിടുത്തെ സബ്സ്റ്റൻസ് ഏതാണ്? കെറോസിൻ, മണ്ണെണ്ണയാണ് ഇവിടുത്തെ സബ്സ്റ്റൻസ്. അപ്പൊ അതിന്റെ ഡെൻസിറ്റി 810 ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി നമുക്കറിയാം 1000 ഈസ് ഈക്വൽ ടു 0.81 ആണ് മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി. അതിനങ്ങനെ യൂണിറ്റ് ഒന്നുമില്ല. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ലാത്തതിന്റെ കാരണം അതൊരു മേയർ നമ്പറാണ്, റേഷ്യോയാണ്. വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് കൊണ്ട് റേഷ്യോ നമ്പറുകൾക്ക് യൂണിറ്റ് ഉണ്ടാവത്തില്ല. സോ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 0.81 ആണ്. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് അറിയാം, അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും അറിയാം. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് നമ്മൾ ഹൈഡ്രോമീറ്റർ എന്നാണ് പറയുന്നത്. ഹൈഡ്രോമീറ്റർ. അപ്പൊ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അപ്പോൾ നമുക്കൊരു ഹൈഡ്രോമീറ്റർ ഒരു ലിക്വിഡിൽ ഇട്ടുകൊണ്ട് അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ പറ്റും. അപ്പൊ ഹൈഡ്രോമീറ്റർ നമ്മൾ ഉദ്ദേശിക്കുന്ന റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡിനകത്തേക്ക് നമ്മൾ ഹൈഡ്രോമീറ്റർ ഇട്ടുകൊണ്ട്, അപ്പോ അത് ഉയർന്നു പോവുകയോ അല്ലെങ്കിൽ താഴ്ന്നു നിൽക്കുകയോ ചെയ്യും. അപ്പൊ ആ ലിക്വിഡിന്റെ സർഫസിൽ കാണിക്കുന്ന റീഡിങ് എത്രയാണോ, ഇപ്പൊ ഇത് ലിക്വിഡിന്റെ സർഫസിൽ, ഇതിപ്പോ ഞാൻ ഹൈഡ്രോമീറ്ററിലേക്ക് ഡിപ്പ് ചെയ്താൽ, ഇതിലേക്ക് ഇറക്കിയിട്ടാല് ഈ ഹൈഡ്രോമീറ്റർ പൊങ്ങുകയും താഴുകയും ഒക്കെ ഇങ്ങനെ ആദ്യം കുറച്ച് പൊങ്ങുകയും താഴെയൊക്കെ ചെയ്തിട്ട് ഒരു ലെവലിൽ വന്ന് നിൽക്കും. അപ്പൊ അതിന്റെ ലിക്വിഡ് സർഫസിൽ ഹൈഡ്രോമീറ്ററിന്റെ റീഡിങ് എത്രയാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ നോക്കുക. അപ്പോ ആ ലിക്വിഡ് സർഫസിൽ കാണിക്കുന്ന റീഡിങ് ആയിരിക്കും അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പൊ നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1 കാണിക്കത്തുള്ളൂ. കാരണം വെള്ളത്തിനെ റിലേറ്റ് ചെയ്താണ് പറയുന്നത്. സോ വെള്ളത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1 ആയിരിക്കും. ഇനി വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ കെറോസിൻ, കോക്കനട്ട് ഓയിൽ, അങ്ങനെയൊക്കെ വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡിലാണ് ഇടുന്നതെങ്കിൽ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1 കുറവായിരിക്കും, 0.something വരത്തുള്ളൂ. ഇനി വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടിയതുണ്ട്, സാൾട്ട് വാട്ടർ പോലുള്ള വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടിയ ലിക്വിഡിൽ ഇട്ടാല് അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1 കൂടുതലായിരിക്കും.
ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതിപ്പോ വാട്ടർ ആണെന്ന് വിചാരിക്കുക. വാട്ടറിനകത്താണെങ്കിൽ ഈ വാട്ടർ സർഫസ് ഒന്നിലേ വന്ന് നിൽക്കത്തുള്ളൂ. കാരണം അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ഒന്നാണ്. വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്നിലേ വന്ന് നിൽക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ ആ ഹൈഡ്രോമീറ്ററിനെ തന്നെ എടുത്ത് ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ടു. ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് ബോയൻസി കൂടുതലാണ്. അപ്പൊ ഹൈഡ്രോമീറ്റർ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി നിൽക്കും. വെള്ളത്തിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി നിൽക്കും. അപ്പോ വെള്ളത്തിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി നിൽക്കുക എന്ന് വെച്ചാല് നേരത്തെ ഈ ഒന്ന് കാണിച്ച സ്ഥലത്ത്, നേരത്തെ ഒന്ന് മാർക്കിങ് കാണിച്ചത് ഇപ്പോ ഈ കിടക്കുന്ന ഉപ്പുവെള്ളത്തിന്റെ സർഫസിനേക്കാൾ മുകളിലേക്ക് പോകൂലേ? കാരണം ഇത് കുറച്ച് ഉയർന്നു പോയില്ലേ? അപ്പൊ ഈ ഒന്നെന്ന് കാണിക്കുന്ന ഈ ഒരു പോർഷൻ ഇവിടെ പോകും, ഒന്നങ്ങ് മുകളിലേക്ക് പോകും. ചിലപ്പോ ഇത് ഡെൻസിറ്റി കൂടുതലാണ് ഉപ്പുവെള്ളത്തിന്, സാൾട്ട് വാട്ടറിന്, പ്യുവർ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ചിലപ്പോ കാണിക്കുന്നത് 2 എന്നായിരിക്കും. അപ്പൊ 2-ൽ പോയി നിൽക്കും. ഞാൻ ഇനി കുറച്ചും കൂടെ ഉപ്പ് അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡെൻസിറ്റി വീണ്ടും കൂടും. അപ്പൊ അത് കുറച്ചും കൂടെ ഉയർന്നു പോകും. ഹൈഡ്രോമീറ്റർ കുറച്ചും കൂടെ ഉയർന്നു പോകും. അപ്പൊ ചിലപ്പോ അത് 3-ലായിരിക്കും വന്ന് നിൽക്കുന്നത്. കുറച്ചും കൂടെ ഉയർന്നു പോയി 3-ലായിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പൊ 2, 1 ഒക്കെ അങ്ങ് മുകളിലേക്ക് പോകും. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഹൈഡ്രോമീറ്ററിന്റെ റീഡിങ് താഴേക്ക് പോകും തോറും കൂടിയാണ് പോകുന്നത്. ഈ പടത്തിൽ, ഈ തന്നിരിക്കുന്ന പടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹൈഡ്രോമീറ്ററിന്റെ റീഡിങ് അത് താഴേക്ക് വരും തോറും കൂടി പോവുകയും മുകളിലേക്ക് പോകും തോറും കുറഞ്ഞു വരികയും ചെയ്യും. ഏതൊരു ഹൈഡ്രോമീറ്റർ എടുത്താലും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഹൈഡ്രോമീറ്ററിന്റെ റീഡിങ്ങുകൾ താഴേക്ക് വരും തോറും കൂടി വരുന്നതിന് കാരണം എന്താ എന്ന് ചോദിച്ചാല് നമ്മൾ പറയുക, ഹൈഡ്രോമീറ്റർ ഡെൻസിറ്റി കൂടിയ ലിക്വിഡിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്നു. ഡെൻസിറ്റി കൂടിയ ലിക്വിഡിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് അതിന്റെ റീഡിങ്ങുകൾ താഴേക്ക് വരുംതോറും കൂടി വരികയും മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരികയും ചെയ്തു. ഹൈഡ്രോമീറ്റർ വെള്ളത്തിലാണെങ്കിൽ അതിന്റെ റീഡിങ് 1 ആയിരിക്കും. താഴേക്ക് വരുംതോറും കൂടുകയും മുകളിലേക്ക് പോകുന്തോറും കുറയുകയും ചെയ്യുന്നു ഹൈഡ്രോമീറ്റർ. പിന്നെ നമ്മൾ സാധാരണ നമ്മളൊക്കെ ഹൈഡ്രോമീറ്റർ നമ്മളൊന്നും കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ള വേറൊരു ഡിവൈസ് ആണ് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ടാവും. ടു ഫൈൻഡ് ഔട്ട് ദ അഡൾട്രേഷൻ ഓഫ് മിൽക്ക്. പാലില് മായം കലർത്തുന്നത്, പാലില് കലർത്തുന്ന മായം എന്തായിരിക്കാം? വെള്ളം. ഈ പാലിലേക്ക് വെള്ളം കലർത്തുന്നതിന്റെ അളവ്, എത്രത്തോളം വെള്ളം കലർത്തിയിട്ടുണ്ട്, എത്രത്തോളം മായം ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. ലാക്ടോമീറ്ററും ബേസിക്കലി ഒരു ഹൈഡ്രോമീറ്റർ ആണ്. ലാക്ടോമീറ്ററിന്റെയും പ്രവർത്തനം ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും ശരിക്കും പറഞ്ഞാല് ലാ ഓഫ് ഫ്ലോട്ടേഷൻ തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങളാണ്. ഹൈഡ്രോമീറ്റർ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാനും ലാക്ടോമീറ്റർ പാലിന്റെ അഡൾട്രേഷൻ കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇതില് 2-ലും താഴേക്ക് വരുംതോറും റീഡിങ് കൂടി വരികയാണ് ചെയ്യുന്നത്. കാരണം ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഈ 2 ഡിവൈസുകളും മുകളിലേക്ക് ഉയർന്നു പോകും. ഏത് ലിക്വിഡിലാണോ ഇടുന്നത് അതിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് ഇത് ഉയർന്നു മുകളിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ താഴേക്ക് വരുംതോറും അതിന്റെ റീഡിങ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി ടെക്സ്റ്റില് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. വാട്ട് വിൽ ബി ദ റീഡിംഗ് വെൻ ദ ഹൈഡ്രോമീറ്റേഴ്സ് ഡിപ്ഡ് ഇൻ വാട്ടർ? പേജ് നമ്പർ 14 വാട്ട് വിൽ ബി ദ റീഡിംഗ് വെൻ ദ ഹൈഡ്രോമീറ്റേഴ്സ് ഡിപ്ഡ് ഇൻ വാട്ടർ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വെള്ളത്തിൽ ആയിരിക്കുമ്പോൾ ഹൈഡ്രോമീറ്ററിന്റെ റീഡിംഗ് എത്ര ആയിരിക്കുമെന്ന്. ദാറ്റ് വിൽ ബി 1 എന്നായിരിക്കും കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സപ്പോസ് എ ഹൈഡ്രോമീറ്റർ ഈസ് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ, വിൽ ദ ലിക്വിഡ് സർഫസ് ബി above or below the marking of 1? വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടിയ ഒരു ലിക്വിഡിലാണ് നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ ഇടുന്നതെങ്കിൽ അതിന്റെ റീഡിങ് 1-ന് മുകളിലായിരിക്കുമോ 1-ന് താഴെ ആയിരിക്കുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടിയതാണെങ്കിൽ അത് കൂടുതൽ ഉയർന്നു നിൽക്കും. അപ്പോ അത് 1-നേക്കാൾ കൂടുതലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, in which will the hydrometer sink deeper, in liquids of greater density or lower density? ഡെൻസിറ്റി കൂടിയതിലാണോ
ഡെൻസിറ്റി കുറഞ്ഞതിലാണോ ഹൈഡ്രോമീറ്റർ സിങ്ക് ഡീപ്പർ, കൂടുതൽ താഴുന്നത് എന്നാണ് ചോദിച്ചത്. കൂടുതൽ ഉയരുന്നതെന്നല്ല, കൂടുതൽ താഴ്ന്ന, കൂടുതൽ മുങ്ങിപ്പോകുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡെൻസിറ്റി കൂടിയതിലാണോ ഡെൻസിറ്റി കുറഞ്ഞതിലാണോ? നമുക്കറിയാം ബോയൻസി കൂടുമ്പോൾ ഇത് കൂടുതൽ ഉയർന്നു പോകത്തേ ഉള്ളൂ. ബോയൻസി കുറയുമ്പോഴാണ് ഇത് താഴ്ന്നു വരുന്നത്. ബോയൻസി കുറയുന്നത് ഏതിലാണ്? ഡെൻസിറ്റി കുറഞ്ഞതിലാണ് ബോയൻസി കുറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡിൽ ഇടുമ്പോഴാണ് ഇത് കൂടുതൽ താഴ്ന്നു വരുന്നത്. Liquids of lower density. Why do the markings of the hydrometer increases towards the bottom? താഴേക്ക് വരുന്നതോറും ഹൈഡ്രോമീറ്ററിന് താഴേക്ക് വരുന്നതോറും അതിന്റെ മാർക്കിങ്സ് കൂടി വരാൻ കാരണം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഡെൻസിറ്റി കൂടിയ ലിക്വിഡുകളിൽ ഇത് കൂടുതൽ ഉയർന്നു കാണുന്നു. അതുകൊണ്ടാണ് ഇത് താഴേക്ക് വരുന്നതോറും ഇതിന്റെ റീഡിങ്സ് കൂടി വരുന്നത്. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനിയിപ്പോ നമുക്ക് പാസ്കൽ സ്ലാ എന്ന് പറയുന്ന പാസ്കൽസ് ലാ, ബ്ലൈസ് പാസ്കലിന്റെ ശാസ്ത്രജ്ഞന്റെ പേരാണ് ബ്ലൈസ് പാസ്കൽസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാസ്കൽസ് ലാ തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി ഇങ്ങോട്ട് നോക്കാം. നമ്മൾ എല്ലാവർക്കും പരിചയമുള്ള ഒരു മിഷനാണ്, അത് വാഹനമല്ല, അത് മിഷനാണ്. നമ്മളതിനെ JCB എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വാഹനമല്ല, അതൊരു മിഷനാണ്. അത് 4 വീലിൽ ഓടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ JCB ശരിക്കും പറയുന്നത്, JCB എന്ന് പറയുന്നത് അതിന്റെ പേരല്ല. JCB എന്ന് പറയുന്നത് അത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ പേര് മാത്രമാണ്. അതിന്റെ ശരിക്കുള്ള പേര്, ആ ഉപകരണത്തിന്റെ ശരിക്കുള്ള പേര് എക്സ്കവേറ്റർ എന്നാണ്. എക്സ്കവേറ്റർ. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു കമ്പനി മാത്രമാണ് JCB അല്ലാതെ ഹിറ്റാച്ചിയും ടാറ്റയും ഒക്കെ അതുപോലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കോമൺ ആയിട്ട് JCB എന്ന് വിളിക്കുമെന്നേ ഉള്ളൂ. അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക, അതിന്റെ ശരിക്കുള്ള പേര് എക്സ്കവേറ്റർ എന്നാണ്. അപ്പൊ ഈ എക്സ്കവേറ്റർ, അതുപോലെ നമ്മൾ ഈ വാഹനങ്ങൾ സർവീസ് ചെയ്യുന്ന, വാട്ടർ വാഷ് ചെയ്യുന്ന സർവീസ് സെന്ററുകളുണ്ട്, കഴുകുന്ന. അപ്പൊ അവിടെ ചിലപ്പോൾ ഈ വാഹനങ്ങൾ ഉയരത്തേക്ക് മുകളിലേക്ക് ഉയർത്തി നിർത്തുന്ന ഹൈഡ്രോളിക് ജാക്കുകളുണ്ട്. അതുപോലെ പാറയൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് പ്രസ്സുകളുണ്ട്. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പാസ്കൽസ് ലാ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ ഈ പറഞ്ഞ എക്സ്കവേറ്റർ ഉൾപ്പെടെ ഈ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് പാസ്കൽസ് ലാ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ എന്താണ് പാസ്കൽസ് ലാ എന്ന് നോക്കാം. നമ്മൾ ഈ രാവിലെ ബ്രഷ് ചെയ്യാനായിട്ട് ടൂത്ത് പേസ്റ്റ് കയ്യിലെടുക്കുമ്പോഴത്തേക്ക് അത് ക്യാപ്പ് തുറന്നിട്ട് അതിന്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പേസ്റ്റ് ഫ്രണ്ടേ കൂടെ പുറത്തേക്ക് വരും. അതേസമയം നമ്മളൊരു കുപ്പിയിലകത്ത് ഒരു വെള്ളം കുടിക്കുന്ന സാധാരണ ഒരു വാട്ടർ ബോട്ടിൽ, വളരെ മിനറൽ വാട്ടറിനെയൊക്കെ പോലെ വളരെ കട്ടി കുറഞ്ഞൊരു കുപ്പിക്കകത്ത് നിറച്ച് വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് അടയ്ക്കുക. അപ്പൊ അതൊരു ക്ലോസ്ഡ് സിസ്റ്റമായി. മനസ്സിലാക്കുക, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കുപ്പിക്കകത്ത് വെള്ളം നിറച്ചതിന് ശേഷം അത് നന്നായിട്ട് അടയ്ക്കുക. അപ്പൊ അത് ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതിനുശേഷം ആ കുപ്പിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒരു 7-8 ഹോൾസ് ഇടുക, സുഷിരങ്ങൾ ഇടുക, ചെറിയ സുഷിരങ്ങൾ ഇടുക. അതിനുശേഷം നമ്മൾ ഈ കുപ്പി എടുത്തിങ്ങനെ മധ്യഭാഗത്ത് സെന്ററിലായിട്ട് പിടിച്ച് നന്നായിട്ട് പ്രസ് ചെയ്യാം. നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ എല്ലാ ഹോളിൽ നിന്നും ഒരേ പ്രഷറിലേക്ക് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന എല്ലാ ഹോളിലും പ്രഷർ സെയിം ആയിരിക്കും, ഒരേപോലുള്ള പ്രഷറിലായിരിക്കും വെള്ളം പമ്പ് ചെയ്യുന്നത് എല്ലാ ഹോളുകളിൽ കൂടെയും. അത് ആ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയതുകൊണ്ടാണ്. നമ്മൾ കുപ്പിയുടെ അടപ്പ് ഒരുപക്ഷെ തുറന്നു വെച്ചിട്ടാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. അടപ്പിന്റെ അതുവഴി കൂടുതൽ വെള്ളം ഫ്ലോ ചെയ്യും, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ അടപ്പടയ്ക്കുന്ന അതിന് വേണ്ടിയാണ് അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആക്കുക. അപ്പോ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തെ റെസ്റ്റിലുള്ള, നമ്മളിത് മൂവ് ചെയ്യിക്കുന്നില്ല, റെസ്റ്റിൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്യുന്നത്. മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൽ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ റെസ്റ്റിലിരിക്കുന്ന ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്തുള്ള ലിക്വിഡില് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അതിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടാണ് പല ഭാഗങ്ങളിലിട്ട ഹോൾസുകളിൽ കൂടെ ആണെങ്കിലും ഒരുപോലുള്ള പ്രഷറിൽ ലിക്വിഡ് പുറത്തേക്ക് വന്നത്. ഒരുപോലുള്ള പ്രഷറിൽ ലിക്വിഡ് പുറത്തു വരാനുള്ള കാരണം ആ ബോട്ടിലിൽ എല്ലായിടത്തും നമ്മൾ ഈ കൊടുത്ത ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത പ്രഷർ ഒരുപോലെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് പാസ്കൽസ് ലാ. അപ്പൊ പാസ്കൽസ് ലാ എന്താണെന്ന് നോക്കിയാൽ ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ലിക്വിഡ്, ഒരു ലിക്വിഡില് അപ്ലൈ ചെയ്യുന്ന ഒരു ലിക്വിഡിന്റെ ഏതൊരു പോയിന്റിലായാലും അപ്ലൈ ചെയ്യുന്ന പ്രഷർ അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ആ ലിക്വിഡ് എന്തായിരിക്കണം? റെസ്റ്റിലും ആയിരിക്കണം, അത് ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. അറ്റ് റെസ്റ്റ്, ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം, അതായത് റെസ്റ്റിലിരിക്കുന്ന ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ഒരു ലിക്വിഡിന്റെ ഏതൊരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആയാലും വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ആൾ പാർട്സ് ഓഫ് ദ ലിക്വിഡ്. ആ ലിക്വിഡിന്റെ എല്ലാ പാർട്സിലും ഈക്വൽ ആയിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതാണ് പാസ്കൽസ് ലാ. അപ്പൊ പാസ്കൽസ് ലാ എന്താന്ന് ചോദിച്ചാൽ
ഒരു റെസ്റ്റിന്റെ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഒരു ലിക്വിഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എക്സ്പീരിയൻസസ് ഈക്വലി, ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഈക്വലി അറ്റ് ആൾ പാർട്സ് ഓഫ് ദ ലിക്വിഡ്, ആ ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ. അതുകൊണ്ടാണ് നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ബാക്ക് സൈഡിൽ പ്രഷർ ചെയ്യുമ്പോൾ അതേപോലെ ഫ്രണ്ട് സൈഡിൽ അതിന്റെ പ്രഷർ വരുന്നത്, അത് പുറത്തേക്ക് വരുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ എക്സ്പീരിയൻസ്, അതായത് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലിക്വിഡിന്റെ വോളിയം കൂട്ടാനോ കുറയ്ക്കാനോ ലിക്വിഡിന്റെ വോളിയത്തിന് ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് ലിക്വിഡിന്റെ വോളിയം ഒരുപക്ഷെ ചേഞ്ച് വരുമായിരുന്നെങ്കിൽ പ്രഷർ എല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്യണമെന്നില്ല, അപ്ലൈ ചെയ്ത പ്രഷർ എല്ലായിടത്തും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്തു, നമ്മൾ ഒരു കുപ്പിയിൽ നിറച്ച് വെള്ളം എടുത്തു, നമ്മൾ നേരത്തെ പറഞ്ഞ കുപ്പിയിൽ നിറച്ച് വെള്ളം എടുത്ത് അതിൽ ഒരു 2-3 സ്ഥലത്ത് ഹോൾ ഇട്ടു, നമ്മൾ അതിനകത്ത് വെള്ളം നിറച്ചിരിക്കുകയാണ്. നമ്മൾ പ്രഷർ ഏതെങ്കിലും ഒരു സൈഡിൽ പ്രഷർ കൊടുക്കുമ്പോൾ ആ വെള്ളത്തിന്റെ വോളിയം ഒന്ന് കുറഞ്ഞു പോയി, അങ്ങനെയാണെങ്കിൽ ആ വെള്ളം പുറത്തേക്ക് വരത്തില്ല. ആ വോളിയം കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത്രയും പ്രഷർ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അപ്പൊ പാസ്കൽ ലായുടെ ബേസിക് ആയിട്ടുള്ള കാര്യം, പാസ്കൽ ലായുടെ ബേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് വോളിയത്തിന് ചേഞ്ച് വരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രഷർ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് പാസ്കൽ ലാ. അപ്പൊ പാസ്കൽ ലാ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ഇവിടെ ചെയ്തു വെച്ചേക്കുന്ന ഈ ഒരു അറേഞ്ച്മെന്റ് ശ്രദ്ധിക്കുക. ഇവിടെ 2 സിറിഞ്ചുകളാണ്, ഞാൻ അറിയാം നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സിറിഞ്ചുകളാണ്. ഒരേപോലെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരേ വോളിയമുള്ള 2 സിറിഞ്ചുകൾ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സിറിഞ്ചുകൾ സെപ്പറേറ്റ് നിൽക്കുമ്പോൾ അതൊരു ക്ലോസ്ഡ് സിസ്റ്റം അല്ലാണോ? അല്ല, സിറിഞ്ചുകൾ ഒരു ക്ലോസ്ഡ്. പക്ഷേ ഈ സിറിഞ്ചുകളുടെ നീഡിൽ കണക്ട് ചെയ്യാനുള്ള ഈ 2 ഭാഗങ്ങളുണ്ടല്ലോ, നീഡിൽ കണക്ട് ചെയ്യാനുള്ള ഇങ്ങനെയുള്ള ഭാഗങ്ങളെ തമ്മിൽ ഞാൻ ഒരു പൈപ്പ് വഴി കണക്ട് ചെയ്തു. അപ്പൊ അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആയല്ലോ. ഇതിപ്പോ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഇതിനകത്തുള്ള ലിക്വിഡ് ഇതിനകത്ത് ഫുള്ള് നിറഞ്ഞതാ ഇതുവരെ വന്ന് നിൽക്കുന്ന ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. അപ്പോ ഇപ്പൊ ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്, ഇതിനകത്ത് ലിക്വിഡും ഉണ്ട്. ഞാൻ എന്താ ഇതിൽ രണ്ടാമത്തെ സിറിഞ്ച്, ഒന്നാമത്തെ സിറിഞ്ചിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഒരു പ്രഷർ അപ്ലൈ ചെയ്തു, പ്രഷർ കൊടുത്തു. അതേ പ്രഷർ തന്നെ ഇവിടെ ഉണ്ടാവും. ഇത് ഞാൻ താഴ്ത്തുമ്പോ ആ പ്രഷർ ഇവിടെ ഉണ്ടാവും മുകളിലേക്ക്. അപ്പൊ ഇത് ഉയരും. ഇതാണ് താഴ്ത്തുന്നതെങ്കിൽ ഇത് ഉയരും, ഇത് ഉയർത്തുകയാണെങ്കിൽ ഇത് താഴും. കാരണം ഈ 2 സിറിഞ്ചിന്റെ ഏതെങ്കിലും ഒരു എൻഡില്, ഏതെങ്കിലും ഒരു ട്രിഗറില് ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ, അത് താഴ്ത്തുന്നതായാലോ ഉയർത്തുന്നതായാലോ, ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വൽ ആയിട്ട് അപ്പുറത്തെ സിറിഞ്ചിന്റെ ട്രിഗറിലും എക്സ്പീരിയൻസ് ചെയ്യും. ഇത് പാസ്കൽ ലായെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ ഒരു എക്സ്പെരിമെന്റ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ലിക്വിഡില് ഏതെങ്കിലും ഒരു ഭാഗത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ ഈക്വൽ ആയിട്ട് എല്ലാ ഭാഗത്തും എക്സ്പീരിയൻസ് ആവും. ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഈ പ്രഷർ ഇത് ഈ സ്ഥലങ്ങളിൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലിക്വിഡിന് ഇതുവഴി ഒന്നും പുറത്തു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ലിക്വിഡ് എന്ത് ചെയ്യും? ഈ പ്രഷർ ഇങ്ങോട്ട് വന്ന് ഇതെല്ലായിടത്തും എക്സ്പീരിയൻസ് മുകളിലേക്ക് ഇവിടെ തള്ളും. ഇവിടെ മാത്രമാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് ആ പ്രഷർ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങ് മുകളിലേക്ക് പോകും. അത് ക്ലോസ്ഡ് സിസ്റ്റം ആണ്, മൂവ് ചെയ്യാൻ പറ്റുന്ന പാർട്സ് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. അല്ലെ ഇവിടെയൊക്കെ സുഷിരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പ്രഷർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പുറത്തേക്ക് പോയനെ, ഈ ലിക്വിഡ് അതേ ഈക്വൽ പ്രഷറോടുകൂടി പുറത്തേക്ക് പോയനെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇവിടത്തെ പ്രഷറും ഈക്വൽ ആണെന്നല്ലേ. അതായത് പാസ്കൽ ലായിൽ നിന്ന് പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊടുക്കുന്ന പ്രഷർ ഈക്വൽ ആയിട്ട് എല്ലാ ഭാഗത്തും എക്സ്പീരിയൻസ് ചെയ്യും എന്നാണ്. അതായത് ഏതൊരു ഭാഗത്ത് പ്രഷർ കൊടുത്താലും മറ്റൊരു ഭാഗത്ത് ആ പ്രഷർ കിട്ടുന്നത് ഈക്വൽ ആയിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ഭാഗങ്ങൾ, 2 തട്ട് മാത്രമാണ് ഈ സിറിഞ്ചുകൾക്ക് ഞാൻ പ്രഷറിനെ സംബന്ധിച്ചിടത്തോളം പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്ന 2 എൻഡുകൾ മാത്രമാണുള്ളത്. ഒന്ന് ഇതും. അപ്പൊ ഇവിടെ ഞാൻ എത്ര പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നോ അത്രയും പ്രഷർ എനിക്ക് ഇവിടെ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഞാൻ എത്ര പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നോ അത്രയും പ്രഷർ എനിക്ക് ഇവിടെ കിട്ടും. അതല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഈ ഒന്നാമത്തെ പാനിലെ പ്രഷർ എന്ന് പറയുന്നത് രണ്ടാമത്തെ പാനിലെ പ്രഷറിന് ഈക്വൽ ആണ് എന്നല്ലേ. അതായത് ഇവിടെ എത്ര പ്രഷർ കൊടുക്കുന്നോ ഇവിടെ കിട്ടുന്ന പ്രഷറും അതും ഈക്വൽ ആണ് എന്നാണ്. അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റും P1 ഈസ് ഈക്വൽ ടു P2 എന്ന് വെച്ചാല് ഒന്നാമത്തെ പാനിലെ പ്രഷറും രണ്ടാമത്തെ പാനിലെ പ്രഷറും ഈക്വൽ ആണ് എന്നാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ ത്രസ്റ്റും പ്രഷറും പഠിച്ചിട്ടുണ്ട്. ത്രസ്റ്റ് എന്ന് പറയുന്നത്
ഒരു സർഫസിൽ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. അതൊരു യൂണിറ്റ് ഏരിയയിലാണെങ്കിൽ ആ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇപ്പൊ ഞാൻ മൊത്തത്തില് ഈ സർഫസിൽ ഞാൻ മൊത്തത്തിൽ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ത്രസ്റ്റ് 10 ന്യൂട്ടൺ ആണ്. ഇവിടുത്തെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സ്ക്വയറിൽ അപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ത്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ. അപ്പൊ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കുന്നത്, പ്രഷർ കണ്ടുപിടിക്കാൻ ഫോഴ്സ് ബൈ ഏരിയ എന്നൊരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നതെന്നും 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രഷറിന്റെ ഇക്വേഷൻ ഫോഴ്സ്, ത്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് തന്നെയാണ്, ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒന്നാമത്തെ പാനിലെ പ്രഷർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പാനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, താഴോട്ട് എത്ര ബലം കൊടുക്കുന്നോ അത്, ഫോഴ്സ് ഇൻ ഫസ്റ്റ് പാൻ F1 ഡിവൈഡഡ് ബൈ ഇവിടത്തെ ഏരിയ, ഇവിടെ എത്രയാണോ ഏരിയ ഉള്ളത് അത് ഡിവൈഡഡ് ബൈ ഒന്നാമത്തതിന്റെ ഏരിയ. അപ്പൊ P1 പകരം ഞാൻ എഴുതി F1 ഡിവൈഡഡ് ബൈ A1. സിമിലർലി P2 ഞാൻ എഴുതും F2 ഡിവൈഡഡ് ബൈ A2. അപ്പൊ നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും പാനിലെ പ്രഷർ തുല്യമാണ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും പാനിലെ പ്രഷർ തുല്യമാണ് എന്നുള്ള ഈ ഇക്വേഷനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം, F1 by A1 is equal to F2 by A2. ഇപ്പൊ 2 പാനില് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകൾ, ഇവിടെ 2 പാൻ ഉണ്ടെന്ന് വിചാരിക്കുക, 2 പാൻ. ഇപ്പോൾ നമ്മൾ പാസ്കൽസ് ലായുടെ ബേസിൽ ഇതുപോലെ 2 പാൻ ചെയ്ത് വെച്ചേക്കാം. ഇങ്ങനെ 2 പാൻ ചെയ്ത് വെച്ചാൽ ഓരോ 2 പാനിലും അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ തമ്മിലും ആ 2 പാനുകൾ തമ്മിലുള്ള ഏരിയയും തമ്മിലും, അതായത് ഈ 4 സംഗതികൾ തമ്മിലുള്ള റിലേഷന്, അതായത് ഒന്നാമത്തെ പാനിലെ ഫോഴ്സ് ഏരിയ, രണ്ടാമത്തെ പാനിലെ ഫോഴ്സ് ഏരിയ, ഈ 4 എണ്ണം തമ്മിലുള്ള കണക്ഷനെ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. F1 by A1 is equal to F2 by A2. അപ്പൊ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. P1 is equal to P2 എന്ന് പറയുന്നത് ഇവിടത്തെയും പ്രഷർ ഈക്വൽ ആണെന്നാണ്. ആ P ആണ് നമ്മൾ F1 by A1 is equal to F2 by A2 അങ്ങനെ മാറ്റി എഴുതിയത്. അപ്പൊ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. F1 by A1 is equal to F2 by A2. അറിയാലോ, ഈ F എന്ന് പറയുന്നത് ഫോഴ്സ്, A എന്ന് പറയുന്നത് ഏരിയ. അപ്പൊ ഈ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഗൂഗിൾ മീറ്റിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.